ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്രിസ്മസ് ഡയറി 2023. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്രിസ്മസിന് മുമ്പ് ഇട്ടുകൂടായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ എല്ലാവരും ഒക്കെ ഇടുന്നതല്ലേ. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്കായിട്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ക്രിസ്മസ് ട്രീയിലേക്ക് നമുക്ക് തൂക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കാശ് കൊടുത്തൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടില്ല, എല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യമായിട്ട് ആ ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ റീയൂസബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഇത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയതായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കത്തില്ലേ, ബലൂണൊക്കെ പോലത്തെ സംഭവങ്ങൾ. അപ്പോൾ ആ ഒരു സാധനമാണ് എടുത്തിരിക്കുന്നത്. ആ എച്ച് എന്ന് പറഞ്ഞ ലെറ്ററായിരുന്നു അത്. അപ്പോൾ അതിലേക്ക് അവൻ്റെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോൾ എടുത്ത് വെച്ചിട്ട് ചുരുട്ടി നമ്മൾ ആ ഒരു പീസ് ഇങ്ങനെ ഒട്ടിച്ച് ചേർത്ത് ഒരു ബോൾ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോൾ ഇതാ നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ട്രീയിലേക്ക് വേണ്ട ബാക്കിയുള്ള അൻസാരികൾ നമുക്ക് ഇതേ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ടും പിന്നെ നമ്മളുടെ സാധാരണ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന പേപ്പറുകളില്ലേ, അങ്ങനത്തെ പേപ്പറുകളൊക്കെ വെച്ചിട്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. തെർമോക്കോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മളുടെ സാധാരണ പേപ്പറുകളോ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അങ്ങനത്തെ പേപ്പറുകളോ ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ തുണിയില്ലേ, നമ്മളുടെ പഴം തുണി തന്നെ, നമ്മൾ യൂസ് ചെയ്യാത്ത തുണികളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ ചുരുട്ടി ഇതേ പേപ്പറുകൾ ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റാപ്പ് ചെയ്യാം. ഇനി സ്ക്വയറിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് പോലെ തന്നെ ഇരിക്കുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ സാധാരണ തൂക്കാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ നല്ലൊരു ബോളിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ അവരവരുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മളുടെ ട്രീയുടെ പണിയാണ്. അതിനായിട്ട് നമ്മളൊരു 5 PVC പൈപ്പ് ഒരേ അളവിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബേസ്മെൻ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പഴയ ക്ലോക്കാണ്. അപ്പോൾ അതിനാണെങ്കിൽ ആ റൗണ്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് തന്നെ ഒരു കുഴി പോലത്തെ ഒരു വശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് PVC പൈപ്പ് ഇറക്കി വയ്ക്കാൻ കുറച്ച് സൗകര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റൗണ്ട് എടുത്തത്. അപ്പോൾ ആ PVC പൈപ്പ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അറ്റഭാഗം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ആ കുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരേ ഹൈറ്റിന് വെച്ചിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഇത് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും 2 പേരൊക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ നല്ല വൃത്തിയിൽ നീറ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരാളാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, പക്ഷേ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരും കൂടിയാണ് അത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഭാഗമൊക്കെ നമ്മളുടെ വീഡിയോ എടുക്കാനായിട്ട് മിസ്സായിപ്പോയത്. അപ്പോൾ നമ്മളിത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഈ 5 PVC പൈപ്പ് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല, ആ ഗാർലൻസ് ഒന്ന് അതിലേക്ക് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രീയുടെ ഹൈറ്റിനുള്ള അത്രയും ഗാർലൻസ് നമ്മുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അത് ഈ ഒരു പോർഷനൊക്കെ എത്തിയപ്പോഴത്തേക്കും ഗാർലൻസ് ഏകദേശം തീർന്നു പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ പരിപാടി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് നമ്മൾ വേറൊരു കുറച്ചുകൂടെ ഐറ്റംസ് വാങ്ങിച്ചതിന് ശേഷമാണ് അത് റീസ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ സംഭവം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗ്രീനുമായിട്ട് അത്രയ്ക്ക് ചേർച്ചയില്ലാത്ത പോലെ തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ വൈറ്റ് കൂടി ഉള്ള ഒരു ഗാർലൻസ് ഉണ്ടല്ലോ, അതങ്ങ് അഴിച്ച് മാറ്റിയിട്ട് നമ്മൾ രണ്ടാമത് വാങ്ങിച്ച ആ ഗാർലൻസ് അതിൻ്റെ നടുക്കായിട്ട് ചുറ്റി കൊടുത്തു. പുതിയതായിട്ട് വാങ്ങിച്ച ആ ഗാർലൻസ് ചുറ്റിയതിന് ശേഷം പിന്നെ ബാലൻസ് എന്തായാലും വരുമല്ലോ. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ അഴിച്ചു മാറ്റി വെച്ചിരുന്ന ഗാർലൻസ് തന്നെ വീണ്ടും ചുറ്റിക്കൊടുത്ത് നമ്മൾ ട്രീയുടെ പരിപാടി ഏകദേശം സെറ്റാക്കി ഫിനിഷ് ചെയ്തു.
ഫൈനലി ഇതാണ് നമ്മളുടെ ഹോം മെയ്ഡ് ക്രിസ്മസ് ട്രീ. എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കൂടി നമ്മൾ ഇതിനകത്തേക്ക് ട്രീയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കളർ മാത്രമായിട്ട് ഇരുട്ടത്ത് കാണാൻ വലിയൊരു രസം തോന്നിയില്ല. അപ്പോൾ നമ്മൾ ഒരു ഗോൾഡൻ കളർ ഒരു ഗാർലൻഡ് കൂടി ഉണ്ടായിരുന്നത് നമ്മൾ ആ ട്രീയിലേക്ക് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ പുൽക്കൂട് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് ക്രിസ്മസ് ബസാറ് ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്രിസ്മസൊക്കെ എന്തായാലും കഴിഞ്ഞു. എന്നാലും എല്ലാവർക്കും ഒരു അടിപൊളി മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ പാർக்கலாம். ബൈ.